ഹായ് അമ്മി, ഞാൻ സെനോബിറ്റിസിൻ്റെ ഹിന്ദുവാണ്. മോർണിംഗ് തന്നെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ് ഓടിങ്ങ് വരികയാണ് കേട്ടോ. ഞാനൊരു ഈ ഫാൻ നിർത്തിയാൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാനൊരു 9:30 ആയപ്പോഴേക്കും കുളിക്കാനൊക്കെ കയറാൻ തുടങ്ങുമായിരുന്നു. പല്ല് തേച്ച് റൂമിലേക്ക് ഇങ്ങ് വരുമ്പോഴേക്കും സ്റ്റീഫൻ എന്നെ വിളിച്ചു. ഹിന്ദുമ്മ കിംസി ഓബ്ജിൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു, ജിന്നപ്പ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 12-ാം തീയതി വരും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അന്നത്തേക്കായിരുന്നു ഡേറ്റ് പറഞ്ഞത്. സർപ്രൈസ് ആയിട്ട് ഇത്ര നേരത്തെ വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ എന്നെ ആണെങ്കിലും വന്ന വരവെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വരവാണ്. ഇൻസ്റ്റാഗ്രാം പോയി നോക്കും, നിറയെ വീഡിയോസ് ആണെന്ന് പറഞ്ഞു. ചെന്ന് കണ്ടതേ പല്ല് തേച്ച് കുളിക്കാൻ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പരസ്പര സ്നേഹത്തിൽ പോലും BTS മെമ്പേഴ്സിനെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല എന്നുള്ളത്. മറ്റൊരു ബോയ് മ്യൂസിക് ബാൻഡും ഇല്ലതാണ് കാര്യം. പരസ്പരം ജലസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇത്ര സ്നേഹം കെയർ ഇങ്ങനെ പോകുന്ന ഒരു ഫാമിലിയിൽ പിള്ളേരെ പോലെ പോകാൻ കഴിയുക ഭയങ്കര അത്ഭുതം തന്നെയാണ്. മെയിനായിട്ടും ഇവരെ ഈ ഗേ എന്നും മറ്റൊന്നും മറിച്ചൊന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവർക്കിടയിലുള്ള ആ ഒരു സ്നേഹം കണ്ടാൽ മനസ്സിലാകും ഇവർ ഗേ ആണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളിലും BTSനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം എന്താ പറയുക, ജേഹോപ്പിനെ തന്നെ ഒരു എക്സാമ്പിൾ പറയാമല്ലോ. ജേഹോപ്പ് എന്ന് പറയുന്നത് മാഗ്നി എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരാളാണ്. മറ്റ് മെമ്പേഴ്സിന് ഒരു ചേട്ടന്മാരെന്നുള്ളൊരു സ്ഥാനം ഉണ്ട് എങ്കിലും ജേഹോപ്പ് എന്താണ് മാഗ്നയുടെ കൂടുതൽ ഭയങ്കര കമ്പനിയാണ്. കമ്പനി മീൻസ് നമ്മൾ പലപ്പോഴും നോക്കിയാൽ മതി, എവിടെയാണോ മാഗ്നെ ക്രേസി ആയിട്ട് ഭയങ്കര ആക്ട് ചെയ്ത് എന്താ പറയുന്നത്, എനിക്കറിയില്ല അതിനെന്താ വാക്ക് പറയാന്ന്. മാഗ്നയുടെ എന്ത് താന്തോന്നി തരത്തിലും ചുക്കാൻ പിടിച്ചുകൊണ്ട് ജേഹോപ്പ് എന്ന് പറയുന്ന ഹ്യൂ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ജിന്നൊപ്പായും, പിന്നെ കുറച്ചുകൂടെ മെച്യൂരിറ്റി ആയിട്ടുള്ള ആറമൊപ്പായും അതുപോലെ തന്നെ യുങ്കിയൊപ്പായുമാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ കുറച്ച് മെച്യൂറായി നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം ഒന്നാമത് BTSന് ഒരു മെച്യൂരിറ്റി ഇല്ലാന്ന് ഹേറ്റേഴ്സ് പറഞ്ഞു വരുത്തുന്നുണ്ട്. മെച്യൂരിറ്റി ഇല്ലാത്തതല്ല, അത് മെച്യൂറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ മെച്യൂറായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് ആർമിയുടെ ഒപ്പം, ആർമി ചെറുപ്പക്കാരല്ലേ, അവരും ചെറുപ്പക്കാരല്ലേ, അതിൻ്റേതായ ഒരു ചാവല്യവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ BTSന് മെച്യൂരിറ്റി ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ യുങ്കിയപ്പയും ആറമപ്പയൊക്കെ നല്ല മെച്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഗുണമുള്ള കാര്യമാണ്. കാര്യം ഈവൻ 28 വയസ്സായിട്ട് എനിക്ക് പോലും മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ ആർമി, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിനകത്ത് അവർ എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ BTS മെമ്പേഴ്സിൽ 7 പേരെ ഇറക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിട്ടുണ്ടാവുമെന്നറിയോ. എല്ലാവരും വന്ന് സ്വീകരിക്കണമെങ്കിൽ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോ ക്യാമ്പിലും പോയി അവരുടെ ഗവൺമെൻറ്റിന് ലെറ്റർ അയച്ച്, മിലിറ്ററിയിൽ ലെറ്റർ അയച്ച്, അങ്ങനെ ഒത്തിരി കടമ്പകളൊക്കെ കടന്നിട്ടായിരിക്കും ഈ ഒരു ദിവസത്തേക്ക് എല്ലാവരെയും വിളിച്ചും കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും ആ ഒരു ദിവസം ആഘോഷിക്കാൻ ഇത്രയേറെ റിസ്ക്കും കാര്യങ്ങളും എടുത്തവർ വന്നല്ലോ. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടില്ല, അതിനോട് സമയം കിട്ടിയില്ല. ഈ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചിന്നപ്പട പരിപാടിയൊക്കെ ആക്റ്റീവ് ആക്കണം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം തീരുമാനിക്കുക. ഇനിയും മാറി നിൽക്കുമെന്ന് വേണ്ട കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ ഫാൻഡത്തിൽ നിന്ന് പുറത്ത് പോകാതെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോൾ 30 രൂപ ക്രെഡിറ്റ്. ആർമി ഇങ്ങനെ ഇന്നലെ വൈകിട്ട് പോലെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തോ ഒരു നൈറ്റ് കൊണ്ട് 2000 എന്തോ ആയുള്ളൂ. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ക്യാഷും കൂടി ഇടുക കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, നിങ്ങൾ കാണുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ ആർമി അല്ലാത്ത ചേട്ടന്മാരൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കുറേ പേരൊക്കെ. നമ്മളോടുള്ളൊരു ഇഷ്ടം വെച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ജിനപ്പ വന്നു. ഇനിയിപ്പം നിങ്ങൾ കൂടുതലും സ്ട്രീമിങ്ങും കാര്യങ്ങളും ശ്രദ്ധിക്കണം. കാര്യം BTS ഇല്ലാഞ്ഞപ്പോൾ ആർമി ഒന്ന് ഇതായി എന്ന് പറയുന്ന പോലല്ല, BTS വന്നു കഴിയുമ്പോഴും വീണ്ടും ആർമി ഒരുമാതിരി ശോകമായി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി പോയി കഴിഞ്ഞാൽ BTSനെ ആർമിക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു ടോക്ക് വരാൻ പാടില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ അവർക്കൊരു ഉത്തരം എന്ന പോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം സ്ട്രീമിങ്ങും കാര്യങ്ങളും നല്ല രീതിയിൽ പോയില്ല എങ്കിൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ ഇന്നുപോലെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്നപ്പ വന്നല്ലോ. അപ്പോൾ ജിന്നപ്പായ്ക്ക് ഒരു ഗിഫ്റ്റായിട്ട് സോളോയ്ക്കൊക്കെ നല്ല വ്യൂ കൊടുക്കുക. മനസ്സിലായോ? സോളോ മ്യൂസിക് വീഡിയോയ്ക്കെല്ലാം തന്നെ നല്ല വ്യൂ കൊടുക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ജിന്നപ്പാടെ. ഇനി അടുത്ത വരെ ആരുടെയാണോ അദ്ദേഹത്തിൻ്റെ കൊടുക്കുക. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വീക്കൂട്ടൻ്റെ വോട്ടിങ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ വോട്ട് കുറവാണ്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നല്ല ഫാൻഡത്തിനെ, നല്ലൊരു BTSനെ നമുക്ക് സെക്കൻഡ് BTS ഇറ എന്ന് പറയുന്നൊരു ബോംബ് മാതിരി നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ ഉള്ളൂ മറ്റ് ഫാൻഡത്തിൻ്റെ മുന്നിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ സമയം പോയി. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും വെച്ചിട്ട് ഇങ്ങനെ ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വേഗം പോട്ടെ. ഇപ്പോൾ 10:20 കഴിഞ്ഞ് എനിക്ക് 10:30 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറട്ടെയാണ്. അപ്പോൾ ഞാൻ പോവുകയാണ്. ഇപ്പോൾ സന്തോഷം മകൾക്ക് വന്നിട്ട് സരാങ്കെ ആർമി ഓൾവേസ് സ്റ്റേ വിത്ത് BTS ആൻഡ് ഓൾവേസ് ബീയിങ് വിത്ത് അസ് ആർമി. ബൈ സരണ്യോ.